ഞാനപ്പോൾ അതിലത്തെ കുറച്ച് നാളികേരം ഒരു 40-40ഓളം വരുന്ന നാളികേരമാണ് ഞാൻ പൊളിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാ നാളികേരം കൂടി ഒരുമിച്ച് നമ്മൾ പൊളിക്കുകയാണെങ്കിൽ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുന്നതിന്, അതായത് കൊപ്രയാക്കുന്നത് വരെ നമുക്ക് വെയിൽ കൊള്ളിക്കാനും രാത്രി വൈകിട്ടൊക്കെ നമ്മൾ എടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ നാളികേരമാണ് എപ്പോഴും ഉടച്ച് ഇങ്ങനെ കൊപ്രയാക്കാറുള്ളത്. അപ്പോൾ നമുക്കത് ആട്ടാനൊക്കെ കൊണ്ടുപോകാനും ഒക്കെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു 40-50 നാളികേരമാണ് ഉടയ്ക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ പൊളിച്ചു കൊണ്ടുവന്ന നാളികേരം ഇപ്പോൾ ഉടക്കിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്, നല്ല ചൂടാണ് ഉച്ചയ്ക്കൊക്കെ. അപ്പോൾ നമുക്കൊരു ആഴ്ച കൊണ്ടൊക്കെ ഈ കൊപ്ര ആയിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മേലിലാണ്, നല്ല വെയിലുണ്ട്, ഒരു 11 മണി 12 മണി നേരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മേലെ കൊണ്ടുപോയി ഇതിങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നത്തോണ്ട് തന്നെ ഒരുവിധം അതിലത്തെ വെള്ളമൊക്കെ വാർന്ന് കിട്ടും. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞാൽ നമുക്കത് അടർത്തിയെടുക്കാനായിട്ട് കൊപ്ര നമുക്ക് ചിരട്ടയിൽ നിന്ന് അടർത്തിയെടുക്കാവുന്ന ഒരു പരുവത്തിലേക്ക് എത്തും. കാരണം അത്രയും ചൂടാണ് ഇപ്പോൾ ഉള്ളത്. നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് നമ്മൾ തന്നെ ഈ നാളികേരം ഇങ്ങനെ ഉടച്ചത് നമ്മൾ തുടയ്ക്കേണ്ട ആവശ്യമില്ല. മഴക്കാലത്തൊക്കെയാണ് ഇത് വെട്ടുന്നതെങ്കിൽ, വെയിലൊക്കെ ചൂട് കുറവുള്ള സമയമാണെങ്കിൽ നമ്മൾ ഈ നാളികേരം ഉടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തുണി ഉപയോഗിച്ച് നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വലിഞ്ഞ് കിട്ടും. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 3 ദിവസമായിട്ടുണ്ട് കൊപ്രയൊക്കെ ഒരുവിധം അതിൽ നിന്ന് ഇങ്ങനെ അടർന്ന് വരുന്നുണ്ട് ചിരട്ടയിൽ നിന്ന്. അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് വൈകിട്ട് വെയിലറിയതിന് ശേഷം രാത്രി ഇത് ഇങ്ങനെ അടർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അധികം നാളികേരമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു 1 മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് നമുക്കതിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് അടർത്തിയെടുത്തതിന് ശേഷം നമ്മളൊരു 5-6 ദിവസം കൂടി നമ്മൾ നല്ല രീതിയിൽ വെയിൽ കൊള്ളിക്കണം. ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മൾ മഴക്കാലത്തൊക്കെയാണത് നമ്മൾ കൊപ്ര അങ്ങനെ ആക്കിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അതിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും മഴ വരാം. അപ്പോൾ ഒരു ദിവസത്തേക്ക് നമുക്ക് വെയിൽ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൂത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ പരമാവധി ഇങ്ങനത്തെ വെയിലുള്ള സമയത്താണ്, വേനൽക്കാലം ഇങ്ങനത്തെ നല്ല ചൂടുകാലമൊക്കെ വരുമ്പോഴാണ് കൊപ്ര വെട്ടാറുള്ളത്. അല്ലാതെ തന്നെ ഈ മഴക്കാലത്ത് ഇടയിലൊക്കെ വെയിൽ നോക്കിയിട്ട് നമ്മൾ വെട്ടുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് മഴ വന്നിട്ട് കൊപ്ര ഒക്കെ പൂത്തു പോയിട്ടുള്ളത് കുറേ വട്ടം അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പരമാവധി ഇപ്പോൾ കൂടുതലും ഇങ്ങനത്തെ വേനലിൽ നല്ല ചൂടുകാലം വരുമ്പോഴാണ് കൊപ്രയാക്കാറുള്ളത്. അല്ലാത്ത സമയത്തൊക്കെ നാളികേരം വിൽക്കുകയാണ് പതിവ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് ഒരുവിധം ഒരു 5 ദിവസം കഴിഞ്ഞു. 6ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊപ്ര നമ്മളിങ്ങനെ മുറിക്കുകയാണ്, അതായത് ആട്ടാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അത് ആട്ടാൻ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടി മാറ്റരുത്. അത്യാവശ്യം ഒരു വലിപ്പമുള്ള രീതിയിൽ നമ്മൾ ഇത് വെട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ വൈകിട്ട് ഇത്